എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 18 ചൊവ്വാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 ദിവസത്തെ തുടർച്ചയായ നേട്ടത്തിന് ശേഷം ഇന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ കലാശിച്ചു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടെ ആയിരുന്നു. 25,900, 25,850 ഈ ഒരു സോണിനെ മറികടക്കാൻ നിഫ്റ്റി പരമാവധി ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്തതാണ്. കാരണം നിഫ്റ്റി മുകളിലേക്ക് പോകുന്തോറും സപ്പോർട്ട് സോണും മുകളിലേക്ക് കയറി ഇപ്പോൾ 25,850 to 900 എന്നുള്ള ഒരു റേഞ്ചിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം 26,010 to 26,100 റെസിസ്റ്റൻസിനെ പരമാവധി ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതും സംഭവിച്ചിട്ടില്ല. 26,000, 26,020 ഈ ഒരു റേഞ്ചിൽ 2-3 തവണ വന്നു എത്തി നോക്കി, പിന്നീട് താഴത്തേക്ക് വരിക തന്നെയാണ് ചെയ്തത്. സത്യത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ 26,000 എന്നുള്ളതൊരു ബാലികറ മല എന്നുള്ള രൂപത്തിൽ കുറേ നാളുകളായി എങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പ്രീവിയസ് ഡേയ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇന്നത്തെ ഇൻട്രാഡേ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു ബാരിഷ് മൂവ്മെൻ്റ് ആണെങ്കിലും കൂടെ തന്നെ ഓരോ ഇടിവിലും ബയ്യിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട്, ബയ്യിങ് പ്രഷർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ബയ്യിങ് പ്രഷറിൻ്റെ സമയത്താണ് നമ്മൾ കാൾ ഓപ്ഷൻ എടുത്ത് മുകളിലേക്ക് പോയി പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയത്. ഒരു 1-2 തവണ നമ്മൾ കാൾ സൈഡ് പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ ഒരു സെൻറ്റിമെൻറ്റ് അണ്ടർഫ്ലൈയിങ് സ്ട്രക്ചറൽ നിഫ്റ്റിയുടെ തകരുന്നില്ല എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. 26,100 മുകളിലുള്ള ഒരു ഡിസീസീവ് ബ്രേക്കൗട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്. ഇപ്പോഴും 26,250, 26,350 ഉള്ള ഒരു വാതിലായിട്ട് അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് അല്ലെങ്കിൽ ഇന്നത്തെ ചെറിയ ഈ ഒരു താഴ്ചയ്ക്ക് മറ്റൊരു കാരണം കൂടെ എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തെ നമ്മുടെ മാർക്കറ്റിന്റെ റിക്കവറിക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകർ ലാഭം ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല ഡിസംബറിൽ നെക്സ്റ്റ് മന്ത് 11ന് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അവർ പ്രതീക്ഷകൾക്ക് ഒരു മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IT, അതുപോലെ മെറ്റൽ, റിയാലിറ്റി സ്റ്റോക്കുകൾ അല്പം താഴേക്ക് വന്നു. മാത്രമല്ല ഡോളറിൻ്റെ മൂല്യം കുറയുന്നുമുണ്ട്. ഇനി അടുത്തത് ഫെഡ് റിസർവിൻ്റെ പോളിസി പെർസ്പെക്റ്റീവ് രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകുന്ന US ലേബർ ഡാറ്റയ്ക്കായി നിക്ഷേപകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീലിലെ പുരോഗതിയും അതുപോലെ തന്നെ സ്ട്രോങ് ഡൊമസ്റ്റിക് ഏർണിങ്സും അതിലുള്ള കോൺഫിഡൻസും എല്ലാം തന്നെ നിഫ്റ്റിയെ 26,000 മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണമായിട്ട് കണക്കാക്കാം. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 103 പോയിന്റ് ഇടിഞ്ഞ് 25,910 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെൻസെക്സിനെ നോക്കുകയാണെങ്കിൽ 278 പോയിന്റ് ഇടിഞ്ഞ് 84,673. എന്നാൽ ബാങ്ക് നിഫ്റ്റി കേവലം 63 പോയിന്റ് മാത്രമേ ഇന്ന് ഇടിഞ്ഞിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റി ആൾ ടൈം ഹൈ ഇന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 59,103 ഇന്നലെ 59,007 എന്നുള്ള റേഞ്ചായിരുന്നു. 100 പോയിന്റോളം ഇന്ന് വീണ്ടും മുകളിലോട്ട് പോയതിന് ശേഷമാണ് സ്ലൈറ്റ്ലി നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റി ഒരു അപ് ട്രെൻഡിൽ തന്നെ തുടരുകയാണ്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 0.5% മുതൽ 1% വരെ ഇടിഞ്ഞു. റിയാലിറ്റി 1.9%, നിഫ്റ്റി IT 1.1%, നിഫ്റ്റി മെറ്റൽ 1.07%. ഇവയെല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 50 സ്റ്റോക്കുകളിലെ കണക്ക് നോക്കുമ്പോൾ 9 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, ഏഷ്യൻ പെയിന്റ്സ്, മാരുതി സുസുക്കി, ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് അല്പമെങ്കിലും നേട്ടമുണ്ടാക്കിയത്. എന്നാൽ ഇന്റർഗ്ലോബ്, ആവിയേറ്റ്, ടെക് മഹീന്ദ്ര, ടാറ്റ
കൺസ്യൂമർ, ജിയോ ഫിനാൻസ്, ബജാജ് ഫിൻസർവ് എന്നിവ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളിൽ പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ കഴിഞ്ഞ ദിവസം ഇന്ന് വാച്ച് ചെയ്യാനായി പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിലും നമ്മുടെ സപ്പോർട്ട് ലെവൽ കറക്റ്റാണ് 25,890 എന്നുള്ള റേഞ്ചാണ് പറഞ്ഞത്. അതിനുശേഷം 25,890 താഴേക്ക് വന്നെങ്കിലും ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തെങ്കിലും നമ്മളൊരു ഈ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്നും റീടെസ്റ്റ്മെൻറ്റിന് വെയിറ്റ് ചെയ്തപ്പോൾ മുകളിലേക്ക് പോയി, തിരിച്ച് മുകളിലേക്ക് തന്നെ പോയിട്ട് അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും കാര്യങ്ങൾ വിഭിന്നമല്ല. 58,840 താഴെയാണ് നമ്മൾ സപ്പോർട്ട് ലെവൽ പുട്ട് സൈഡ് എൻട്രി പറഞ്ഞിരുന്നത്. അതേപോലെ 59,020 മുകളിൽ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡ് എൻട്രിയും. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ഇവിടെ നിന്ന് ഒരു പക്ഷേ നിങ്ങൾ താഴെ വന്നിട്ട് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും ഇതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ നിഫ്റ്റി നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, നാളെ നമുക്ക് ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റി 59,110 മുകളിൽ എൻട്രി എടുത്താൽ മതി. 59,110. ഓക്കെ, സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സോണിലാണ് ഉള്ളത്, 58,610 താഴെ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളേക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സപ്പോർട്ടായിട്ട് നമുക്ക് 25,850 സപ്പോർട്ട് ലെവല് കുറച്ച് ലോങ് ആണ്. പക്ഷേ അത് 200 EMAക്ക് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് 25,850 എന്നുള്ള റേഞ്ച് വാച്ച് ചെയ്യാം. മാത്രമല്ല ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണുമാണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുത്ത് പോകേണ്ടതുള്ളൂ. അതേസമയം നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ തന്നെ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 25,950 മുകളിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വരയ്ക്കുക. നാളെ ഇവ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ട്രേഡ് എടുക്കുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.